നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 17-ാം തീയതി, അതായത് 1200-ാം ആണ്ട് മീനമാസം 3-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്, ഉദയനക്ഷത്രം. ചിത്തിര നക്ഷത്രം വളരെ ദോഷഫലത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല. ഇന്നത്തെ ദിവസവും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. തിങ്കളെന്ന് പറയുമ്പോൾ സൂര്യൻ ശരിക്ക് ഭൂമിക്ക് പിതാവ് സ്ഥാനമാണെങ്കിൽ ചന്ദ്രൻ മാതൃസ്ഥാനമാണ്. നമ്മളെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമിയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ വളരെ സ്വാധീനമുള്ള അച്ഛനും അമ്മയും എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്വാധീനിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യചന്ദ്രന്മാർ. അതിൽ ചന്ദ്രൻ്റെ കാലഘട്ടമാണ്, ചന്ദ്രൻ്റെ ദിവസമാണ് ഇന്ന് ചന്ദ്രൻ്റെ റേഡിയേഷൻ, ചന്ദ്രൻ്റെ പ്രകാശം ചന്ദ്രന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ഇന്ന ദിവസം നമുക്ക് മറ്റ് തടയാനായിട്ട് എതിരാളികൾ ആരുമില്ല. ആരെങ്കിലും നക്ഷത്രമൊക്കെ എതിരായിട്ട് വന്നാൽ ചന്ദ്രൻ്റെ ഫലത്തെ കുറച്ച് കളയും. ഇപ്പോൾ ശുഭനക്ഷത്രമായതുകൊണ്ട് ചന്ദ്രൻ്റെ ഫലത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ ഇന്ന് ഒരാഴ്ച ആരംഭമാണ്. ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന ദിവസമാണ്. നമുക്ക് ഒരാഴ്ചയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് നിങ്ങളിത് നോക്കിയിട്ട് നല്ല ദിവസമാണെങ്കിൽ വളരെ കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കാതെ നാളത്തേക്ക് ചെയ്യേണ്ടതും കൂടി ഇന്ന് ചെയ്യണം. കാരണം ഇന്നത്തെ ദിവസം കൊള്ളാമെങ്കിൽ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. നാളെ കൊള്ളൂലെങ്കിലോ നാളെ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് ഇല്ലാതെ പോവും. അതുകൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങൾ നല്ല ദിവസത്തെ മുന്നേ കൂട്ടി രാവിലെ തന്നെ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം ഇത്രയും ആൾക്കാർ ശരിക്ക് 4 ലക്ഷത്തോളം പേരെ നോക്കിയിട്ടുണ്ടെങ്കിലും 40,000-ത്തിലധികം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ പലരും നമ്മളെ ചാനലിലുള്ള വിവരവും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കൺസൾട്ട് ചെയ്തിട്ട് അവരങ്ങ് പോവും. അപ്പോൾ അവർക്ക് കൂടി അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം നമുക്ക് ഫലം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. ചന്ദ്രൻ്റെ ദിവസമാണ്, സന്തോഷത്തെ തരുന്ന ഒരു വർഷമാണ്. ഏതൊക്കെ രീതിയിൽ സന്തോഷം തരും? വീട് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എനിക്കൊരു പാർപ്പിടം, ഒരു വീട്, സ്വന്തമായിട്ട് ഒരു കിടപ്പാടം ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും തന്നെ കാണില്ല. എല്ലാ ജീവികൾക്കും അവരൊരു സ്ഥലം കണ്ടുപിടിക്കും. അത് പക്ഷികളാണെങ്കിൽ വൃക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അവരൊരു സ്ഥലം കണ്ടുപിടിക്കും. മൃഗങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കും. മനുഷ്യന് ആണെങ്കിലും അവരൊക്കെ ഒരു പാർപ്പിടം, അത് അവരുടെ ആഗ്രഹം. അതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതായത് ശരിക്കും മീനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അനുകൂലപ്രദമായി വീടിന് കൊള്ളാം. വാഹനം വാങ്ങാൻ അനുകൂലപ്രദമായ സമയമാണ്. വിദേശ യാത്രയ്ക്ക് പോകാനും അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വിദേശത്തിരിക്കുന്നവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും വേറെ ജോലി തേടാനും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനോ ഒക്കെ ഇപ്പോൾ പലപ്പോഴും പലതും ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ ട്രൈ ചെയ്ത് നടന്നില്ല, വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകാൻ നോക്കി നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ വിഷമിക്കേണ്ട. ആ സമയം നിങ്ങൾക്ക് അനുകൂലം. നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, നോക്കാതെ പോയതുകൊണ്ടാണ് പരാജയപ്പെടാനിട വന്നത്. ഇനി ആ പരാജയം വരത്തില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് ഇറങ്ങുന്ന സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്യണത്, ആ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നാൽ അന്നത്തെ ദിവസം മൊത്തം ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിൽ തന്നെ 7 മണി മുതൽ 9 മണി വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 മണി 4 മിനിറ്റ് തൊട്ട് 9 മണി 34 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 7:30 പറഞ്ഞ് നമ്മൾ ഇറങ്ങി 7:30 കഴിഞ്ഞു, അയ്യോ രാഹുകാലമായി എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ 9 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ പിന്നെ ഇറങ്ങുന്ന രാഹുകാലത്തിനാണ്. അതുകൊണ്ട് ആണ് രാഹുകാല സമയത്തെ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരണേ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല.
ഏകദേശം ഉച്ച സമയത്താണ് വരുന്നത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 2 മണി 3 മിനിറ്റ് തൊട്ട് 3 മണി 32 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 11:03 തൊട്ട് 12:33 വരെയും. ഈ സമയം ഒരു ശുഭകാര്യം, കാരണം പ്രപഞ്ചത്തിൽ ഇവരുടെ സ്വാധീനമുള്ള സമയമാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും സമയം, അങ്ങ് വിട്ട് കളയണം. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ കാര്യത്തിനും എടുക്കാം, എല്ലാ ദിവസവും എടുക്കാം. അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് ശരിക്കും 12 മണി 9 മിനിറ്റ് തൊട്ട് 12:57 വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരമേ ഉള്ളൂ കൊള്ളാതെ ഉള്ളത്. അങ്ങനെ ശരിക്ക് 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം കൊള്ളാം. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്, സന്തോഷത്തോടുകൂടി ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വെളുത്ത കളറോ അല്ലെങ്കിൽ വെളുത്ത് മിക്സ് ആയിട്ടുള്ളതോ പേളിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. വസ്ത്രധാരണത്തെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. പലരും എന്നെ തന്നെ വിളിച്ചും അല്ലാതെ കമൻറ്റ് ചെയ്തും വാട്സപ്പിലും ഒക്കെ ഇടാറുണ്ട്. വസ്ത്രധാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഓരോ ദിവസം നോക്കിയിടുന്നതിൻ്റേതായ വ്യത്യാസം എനിക്കുണ്ട് എന്ന്. കാരണം എന്താണ്? ആ ദിവസം അവർക്ക് അത്രയ്ക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവും, പോസിറ്റീവ് എനർജി കൂടും, പ്രപഞ്ചത്തിൽ നിന്ന് എനർജി അവർ സ്വീകരിക്കും, റേഡിയേഷൻ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഉന്മേഷഭരിതനായിത്തീരും. നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് കുറച്ച് ദൂരം പോയിട്ട് പോയി, ഇനിയിപ്പോൾ നാളെ പോകാം, നമ്മൾ തന്നെ മാറിക്കളയും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാറ്റി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ ഇന്നും നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.